സംസ്ഥാന ഗതാഗത മന്ത്രിയായിരുന്ന എ.കെ. ശശീന്ദ്രന്റെ നാട്ടിലേക്കുള്ള മടക്കയാത്ര കെഎസ്ആർടിസി ബസ്സിൽ. തമ്പാനൂർ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട കെഎസ്ആർടിസി സ്കാനിയ ബസ്സിൽ കുടുംബത്തോടൊപ്പമാണ് എ.കെ. ശശീന്ദ്രൻ നാട്ടിലേക്ക് മടങ്ങിയത്. സമയം രാത്രി 9:15. ഗതാഗത മന്ത്രിയായിരുന്ന എ.കെ. ശശീന്ദ്രൻ പോലീസ് സുരക്ഷാ സന്നാഹത്തിന്റെയോ പാർട്ടി പ്രവർത്തകരുടെയോ അകമ്പടിയില്ലാതെ തമ്പാനൂർ കെഎസ്ആർടിസി സ്റ്റാൻഡിൽ ഒരു കറുത്ത മാരുതി വാഗണർ കാറിൽ വന്നിറങ്ങുന്നു. മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതിനു ശേഷം എ.കെ. ശശീന്ദ്രൻ തൻ്റെ നാട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്കായി തിരഞ്ഞെടുത്തതാകട്ടെ തൻ്റെ സ്വന്തം സ്ഥാപനമായിരുന്ന കെഎസ്ആർടിസിയെയും. കെഎസ്ആർടിസിയുടെ കണ്ണൂരിലേക്കുള്ള സ്കാനിയ ബസ്സിൽ മന്ത്രി കയറിയിരുന്നു. തൊട്ടടുത്തായി മന്ത്രിയുടെ പത്നിയും, മുൻസീറ്റിലായി മകനും. ഒരു ഭാവഭേദവുമില്ലാതെ തന്നെ കാണാനെത്തിയ മാധ്യമങ്ങളോട് പ്രതികരിക്കാനും മുൻ മന്ത്രി തയ്യാറായി. മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമെങ്കിലും ആദ്യ യാത്ര കെഎസ്ആർടിസിയുടെ സ്കാനിയയിലായാൽ തിരക്കേടില്ല എന്നിങ്ങനെ ആഗ്രഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോടേക്ക് പോകുന്നത് അങ്ങനെയാവാം എന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. പിന്നീടെത്തിയ NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയനും കോഴിക്കോടേക്കുള്ള യാത്രയിൽ ഒപ്പം ചേർന്നു. തങ്ങളുടെ പഴയ മന്ത്രിയുടെ യാത്രയ്ക്ക് ഒട്ടും ബഹുമാനക്കുറവില്ലാതെ തന്നെ കെഎസ്ആർടിസി ജീവനക്കാരും ബസ്സിനകത്ത് എല്ലാ സഹായവും ഒരുക്കി. ബസ്സിന് മുന്നിലും അകത്തുമായി മാധ്യമങ്ങൾ കൂടിയതിൻ്റെ വിവരം തിരക്കിയ സ്റ്റാൻഡിലെ മറ്റ് യാത്രക്കാർ ശശീന്ദ്രനെ കാണാനും ശുഭയാത്ര നേരാനും മറന്നില്ല. സമയം 9:30. കണ്ണൂരിലേക്കുള്ള സ്കാനിയ ബസ് എ.കെ. ശശീന്ദ്രനും കുടുംബവും ഉൾപ്പെടെയുള്ള മറ്റ് യാത്രക്കാരുമായി തമ്പാനൂർ സ്റ്റാൻഡിൽ നിന്ന് യാത്ര പുറപ്പെടുകയായിരുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.